കള്ളക്കടൽ പ്രതിഭാസം തുടരുന്നു. കേരള തീരത്ത് കടലാക്രമണത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യത. തിരുവനന്തപുരത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ചൊവ്വാഴ്ച രാത്രി വരെ കടലാക്രമണത്തിനും ഉയർന്ന തിരമാലകൾ രൂപം കൊള്ളാനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ചൊവ്വാഴ്ച രാത്രി 11:30 വരെ 0.5 മുതൽ 1.6 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ ഉണ്ടായേക്കുമെന്ന് തിരമാലകളുടെ വേഗത സെക്കൻഡ്സിൽ 5 സെന്റിമീറ്റർ മുതൽ 20 സെന്റിമീറ്ററിനിടയിൽ മാറി വരുവാൻ സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം പുറത്തിറക്കിയ അറിയിപ്പിൽ പറയുന്നു. കേരളത്തിന് പുറമെ തെക്കൻ തമിഴ്നാട് തീരത്തും വടക്കൻ തമിഴ്നാട് തീരത്തും ഇന്ന് കടലാക്രമണത്തിനും ഉയർന്ന തിരമാലകൾക്കുമുള്ള സാധ്യത അറിയിച്ചിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസം തന്നെയാണ് ഇവിടെയും ഇതിന് കാരണമാവുന്നത്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അറിയിപ്പിലുണ്ട്. അതേസമയം കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കുടിവെള്ളം എടുക്കുന്നതിനെ ചൊല്ലി തർക്കം, 2 പേർക്ക് വെട്ടേറ്റു. മലപ്പുറത്ത് കുടിവെള്ളം എടുക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് 2 പേർക്ക് വെട്ടേറ്റു. കീരോത്ത് പള്ളിയാലിൽ വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന സഹോദരങ്ങൾ തമ്മിലായിരുന്നു വാക്കേറ്റമുണ്ടായത്. പൈപ്പിൽ വെള്ളം എടുക്കുന്നതിനെ ചൊല്ലി സ്ത്രീകൾ തമ്മിലുണ്ടായ വഴക്കാണ് പിന്നീട് വലിയ സംഘർഷത്തിലേക്ക് മാറിയത്. പാലക്കാട് സ്വദേശികളായ അറുമുഖൻ, മണി എന്നിവർക്കാണ് വെട്ടേറ്റത്. രാവിലെ വെള്ളമെടുക്കുന്നതിനെ ചൊല്ലി സ്ത്രീകൾ തമ്മിലുണ്ടായ വഴക്ക് പിന്നീട് സഹോദരങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു. കത്തികൊണ്ട് ഇവർ പരസ്പരം ആക്രമിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട്. ഒരാളുടെ കൈക്കും മറ്റേയാളുടെ തോളിനും പരിക്കേറ്റിട്ടുണ്ട്. ഒരാളെ വളാഞ്ചേരിയിലെ ആശുപത്രിയിലും മറ്റേയാളെ കുറ്റിപ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിലുമായാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. സംഭവത്തിൽ കുറ്റിപ്പുറം പോലീസ് അന്വേഷണം ആരംഭിച്ചു. കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിൽ വിദ്യാർത്ഥിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കാസർഗോഡ് പെരിയയിലെ കേരള കേന്ദ്ര സർവകലാശാലയിൽ ഗവേഷക വിദ്യാർത്ഥിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. 27 വയസ്സായിരുന്നു. സർവകലാശാലയിൽ ഹിന്ദി വിഭാഗത്തിൽ PhD വിദ്യാർത്ഥിയായിരുന്നു റൂബി. ഇന്ന് രാവിലെയാണ് റൂബി പാട്ടേലിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യയെന്നാണ് പ്രാഥമിക നിഗമനം. മൃതദേഹം കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം പരിശോധന നടത്തും. മരണത്തിലേക്ക് നയിച്ച കാരണം എന്താണെന്ന് വ്യക്തമല്ല. മരണവിവരം സർവകലാശാല അധികൃതർ ബന്ധുക്കളെ അറിയിച്ചു. ഒഡീഷ സ്വദേശി റൂബി പാട്ടേലാണ് മരിച്ചത്. BJP പ്രവർത്തകന് ദാരുണാന്ത്യം. സുരേഷ് ഗോപിയുടെ പ്രചാരണത്തിനായി കൊടികെട്ടുന്നതിനിടെ തൃശൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി കൊടികൾ കെട്ടുന്നതിനിടെ കോണിയിൽ നിന്ന് താഴേക്ക് വീണ BJP പ്രവർത്തകൻ മരിച്ചു. അടിമാവ് ഒറ്റയിലെ ശേഖരന്റെ മകൻ ശ്രീരംഗനാണ് മരിച്ചത്. തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ പര്യടനത്തിന്റെ ഭാഗമായുള്ള ഒരുക്കങ്ങളാണ് നടന്നിരുന്നത്. അടിമാവിൽ നിന്നായിരുന്നു പര്യടനം ആരംഭിക്കാൻ തീരുമാനിച്ചിരുന്നത്. ഇതിനായി അലങ്കാരങ്ങൾ ഒരുക്കുന്നതിനിടെയാണ് സംഭവം. കോണിയിൽ നിന്ന് താഴെ വീണ ശ്രീരംഗനെ ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. മന്ത്രി സജി ചെറിയാൻ സഞ്ചരിച്ച കാർ കായംകുളത്ത് അപകടത്തിൽപ്പെട്ടു. മന്ത്രി സജി ചെറിയാൻ വാഹനാപകടത്തിൽപ്പെട്ടു. കായംകുളത്ത് വെച്ചാണ് സംഭവം. ഒരു കാറുമായാണ് മന്ത്രിയുടെ വാഹനം കൂട്ടിയിടിച്ചത്. അപകടത്തിൽപ്പെട്ട രണ്ടാമത്തെ കാർ ഇതുവഴി വന്ന ടിപ്പർ ലോറിയിലും ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. എന്നാൽ 3 വാഹനങ്ങൾക്കും കേടുപാടുണ്ടായി.